സാമ്യമകന്നൂരു ധ്യാനമേ കൽപ്പഗോധ്യാനമേ കഥകളി മുദ്രയാൽ കമലതളത്തിലൻ ദേവിയുണ്ടു ദേവി സാമ്യമകന്നൂരു ധ്യാനമേ. ഇത്ര രൂപം ആദ്യമേ ചൈതന്യം വരും. അയ്യോ ഇതിലുള്ളോ? ഞാൻ കേറി പാടൂടാ, പാടിയില്ല, പാടിയുള്ള ഓള് കേറെ പായിക്കുവേ പറഞ്ഞേക്കാം. ആ ഓ ആദിമ ചെയ്തന അത് പാട്. നാഭിയിൽ വീഴും ആയിരമിതളുള്ള താമരയിൽ ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ. ബാക്കി അറിയില്ല. അത് മതി. ഞാൻ ഇതാക്കിയാണ് നിന്റെ സൗണ്ട് കേക്കട്ടെ. ഓക്കെ, അപ്പൊ കണ്ണ റോസൊക്കെ തരുന്നുണ്ട് കേട്ടാ. അപ്പൊ പിന്നെ വേറെന്താണ്? പാട്ട് പഠിച്ച് കുറെ നാളായി. ഞാൻ സുഖമില്ലാതിരിക്കണേ കുറെ നാളായി. കുഴപ്പമില്ല, ഞാൻ ആൾക്കാർക്ക് അറിയില്ലല്ലോ ഞാൻ മറ്റേ സുഖമില്ലാത്ത ദിവസം പണ്ട് നാം കാണുമ്പോഴുണ്ടല്ലോ. ഭയങ്കര കവിയാണ്. അതേതാ പാട്ട്? പാട്ടൊന്നല്ല, അത് എന്തോ കവി മാതിരി ഉണ്ട്, കവിത പോലെ ഉണ്ട്. കൂടെ സൂപ്പർ വാൻസ് ചതുർമുഖർക്കൻ ഉണർന്നു ശബ്ദം ഇടുന്നു കരിയിലെ ഒരു സ്വർഗം നിറഞ്ഞു മധുരം. എന്റെ ദൈവമേ ഇത് എന്ത് പാട്ടാണോ അത്? അതിന്റെ പാട്ട് ശരിയാണ്. സ്വർഗം ചതുർമുഖൻ ഉണർന്നു ശബ്ദം വിടർന്നു കരയിലെ ഒരു സ്വർഗം നിറഞ്ഞു മധുരമയ സംഗീതമേ അമരസലാപമേ. അതാണ് പറയുന്നത്. അതിനിടയിലുള്ള വരിയാണ്. ശബ്ദം പിടർന്നു കരയിലൊരു സ്വർഗം നിറഞ്ഞു മധുരമായി. ഞാൻ നാളെ ഒരു പാട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് വെക്കാം. അപ്പൊ ആടെ എടുക്കൊണ്ട് പോകും. അത് വാങ്ങിച്ച് റെഡിയാക്കി വെക്കി കേട്ടോ. അതുണ്ടെങ്കിൽ ചതുർമുഖനുണർന്നു ഒരുപാട് നീട്ടണ്ട. ചതുർമുഖനുണർന്നു ശബ്ദം പിടർന്നു കരയിലൊരു സ്വർഗം നിറഞ്ഞു മധുരമയം. ഇത്രേ ഉള്ളൂ. സജിത്ത്, ഇത് വിനോജ് എന്ന് പറയുന്നുണ്ട്. കണ്ണൻ സജിത്ത് വന്ന് നമസ്കാരമുണ്ട്. നമസ്കാരം. ഇത് ഏതാ പാട്ട്? എനിക്കൊന്നും മനസ്സിലാവണോട്ടെ ഏത് പാട്ടാണോ? വിഴിഞ്ഞിറങ്ങാത്ത കവിടത്ത് ഞാൻ വരികള്. അയ്യോ നാളെ ബ്ലൂ വയ്യ എനിക്ക്. സൂപ്പർ പാട്ട് രാജകുമാരൻ പറയുന്നു കേട്ടോ. താങ്ക് യു. എന്റെ ആലുവ റാള ആലുവ. സജിത്ത്, വീട്, പേര് ബിനോജ്. സൂപ്പർ പാട്ട് പറയുന്നുണ്ട് ബിനോജ് ബ്രോ. ഇവിടെ ചോദിച്ചു ഞാൻ വിനോജ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി പാട്, കയറി പാട്. ഡസൽ പാടുന്നുണ്ടോ? പാടുന്നല്ലേ? മേക്കപ്പ് ഇട്ടുള്ള വെറുതെ താഴെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്കും അറിയില്ല ഇത് പാട്ട്. പൂർണിമ അയ്യോ രസനാണ്, കൂട്ടാക്കിക്കോളൂ. പൂർണിമ രാജകുമാരനെ കൂട്ടാക്കി കോമന്റ്. അപ്പൊ രസന ആരാണെന്ന് അറിയും.